ഒരാദർശ പ്രബോധന കൂട്ടായ്മയുടെ ഭാരവാഹികളെ, വളരെ പ്രിയങ്കരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ആലപ്പുഴ ജില്ലയിലെ പാനൂർ പള്ളിമുക്ക് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഉത്കടമായ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ സത്യത്തിൻ്റെ വാചകങ്ങൾ, ദൈവീക ഗ്രന്ഥത്തിൻ്റെ വചനങ്ങൾ ആളുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരൽ ഞങ്ങളുടെ ബാധ്യതയാണ് എന്ന മനസ്സിൻ്റെ വലിയ തേട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഈ സംഗമം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആത്മാവ് ഇഖ്ലാസിൽ ബന്ധിതമാണ്. നിഷ്കളങ്കമായ ഒരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിനുള്ള എത്രയോ ദിവസങ്ങളായി ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമിലാണ് നമ്മൾ സമ്മേളിക്കുന്നത്. റോഡിൻ്റെ സൈഡിലൊക്കെ ശബ്ദ സംവിധാനം ഉണ്ട്, കേൾക്കാം ആളുകൾക്ക്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ഇതര മത ആദർശ വിശ്വാസികളായിട്ടുള്ള സഹൃദയരെ, ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വരാനിരിക്കുന്ന ഇലക്ഷനിലേക്കുള്ള വോട്ട് ചോദിച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനമല്ല. ഏതെങ്കിലും ഒരു രൂപത്തിൽ ആളുകളിൽ നിന്ന് ഭൗതികമായ എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ചുകൊണ്ടുള്ളതും അല്ല. മറിച്ച് തികച്ചും ആകാശബന്ധിതമായ ഒരു ആദർശത്തെ, മനുഷ്യകുലത്തിന് ആകമാനം ദൈവത്തിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സന്ദേശത്തെ ഏറ്റവും ലളിതവൽക്കരിച്ചുകൊണ്ട് കേൾപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഈ ഉദ്യമത്തിന്റെ ആത്മാവായി മാറുന്നത്. നമ്മളെല്ലാവരും മനുഷ്യരായി ഇവിടെ ജീവിക്കുന്നു. മനുഷ്യൻ എന്ന നിലയിൽ ലോകാടിസ്ഥാനത്തിൽ ഭൂരിപക്ഷ മനുഷ്യർ 800 ചില്ലാണം കോടി മനുഷ്യരുണ്ട് ലോകത്ത്. ഒരു 260 കോടിയുടെ മേലെ, ചെറിയ കോടിയല്ല, 260 കോടിയുടെ മേലെ ലോകാടിസ്ഥാനത്തിൽ ക്രൈസ്തവരാണ്. ഒരു 200 കോടിയോളം മുസ്ലിങ്ങളും ലോകത്ത് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കും. ഇസ്ലാമിക രാഷ്ട്രങ്ങളുണ്ട്, ക്രൈസ്തവ രാഷ്ട്രങ്ങളുണ്ട്, നേപ്പാളിനെ പോലെ ഹിന്ദു രാഷ്ട്രമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ബഹുസ്വരതയുടെ നാടായ ഇന്ത്യ, നാം അവിടുത്തുകാരാണ്. ഒരുപാട് മതങ്ങളുടെയും ദർശനങ്ങളുടെയും വിശ്വാസങ്ങളുടെയും സമ്മിളിതമായ സംഘടിതമായ സമ്മേളനം കൂടിയാണ് നമ്മുടെ രാജ്യം. നമ്മുടെ രാജ്യം ഒരു സെക്കുലർ സ്റ്റേറ്റ് ആണ്. കൾച്ചറൽ പ്ലൂറാലിറ്റിയുടെ, കൾച്ചറൽ ടോളറൻസിന്റെ നാടാണ്. നാനാത്വത്തിൽ ഏകത്വം എന്ന് ഉദ്ഘോഷിക്കുന്ന ഒരു നാട് കൂടിയാണ്. ഇന്ത്യക്കെമ്പാടും ചരിത്രങ്ങളുണ്ട്. നാട്ടുരാജാക്കന്മാരുടെ നാടായിരുന്നു ഇത്. ഒരു 200 കൊല്ലത്തോളം ബ്രിട്ടീഷുകാർ കോളനിവൽക്കരണത്തിന് വിധേയമാക്കിയ നാടായിരുന്നു ഇത്. ഇന്ത്യയിലെ വിഭവങ്ങളുടെ ലഭ്യത അനുസരിച്ച് ലോകത്തിലെ പല ഭരണാധികാരികളും ഈ നാട്ടിൽ വരികയും വെട്ടിപ്പിടിക്കുകയും ഭരണം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മുഗള സാമ്രാജ്യത്തിന്റെ ഭരണമൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മുടെ രാജ്യത്ത് വിവിധങ്ങളായ ആരാധനാ രീതികൾ നിലനിൽക്കുന്ന ഒരു നാടാണ്. ഒരുപാട് സൃഷ്ടികളെ, അതുപോലെ സൃഷ്ടികളൊന്നും അല്ലാത്ത വസ്തുക്കളെ ഒക്കെ ആരാധിക്കുന്നവർ കാലഘട്ടത്തിലും നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു, ലോകത്തുടനീളം ഉണ്ടായിരുന്നു. മനുഷ്യ ചരിത്രം പരിശോധിച്ചാൽ
ആദം അലൈഹിസ്സലാം. ക്രിസ്തുമതവും ഇസ്ലാമും ഒരേപോലെ പറയുന്നു ആദ്യ പിതാവ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം. ആദം നബിയുടെയും ഹവ്വാ ബീവിയുടെയും മക്കളാണ് ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളും എന്ന് ഖുർആൻ ഉറപ്പിച്ചു പറയുന്നു. ഒരച്ഛനമ്മമാർക്ക് പിറന്ന മക്കൾ ഓർത്താൽ ഒരൊറ്റത്തറവാട്ടുകാർ നാം, നാഥന്റെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കും തന്മുന്തിരിക്കത്ത മനുഷ്യവർഗം. ഒരച്ഛന്റെ ഒരമ്മയുടെ മക്കളായിട്ടാണ് ലോകത്ത് മനുഷ്യവാസം ഉത്ഭവിക്കുന്നത്. നരവംശ ശാസ്ത്രജ്ഞന്മാർ മനുഷ്യനെ ഈ ഭൂമുഖത്ത് വന്നിട്ട് എത്രയായി എന്ന് നിഗമനം ചെയ്യുന്നുണ്ട്. മനുഷ്യന് ഒടുവിലത്തെ ബുദ്ധിജീവിയായ ഒരു സൃഷ്ടിയാണ് ഇവിടെ ഭൂമുഖത്ത്. മനുഷ്യന്റെ മുമ്പ് നമ്മൾ ഇന്ന് കാണുന്ന ഒട്ടുമിക്ക സൃഷ്ടികളും മനുഷ്യന് മുമ്പുണ്ട്. നമ്മളെ ഏറ്റവും ഒടുവിൽ ഭൂമി നമ്മളെക്കാൾ മുമ്പുണ്ട്. ഭൂമി അമ്പലമില്ലാതെ കുറെ കാലം, ഈ ഭൂമി അമ്പലമില്ല. ഭൂമിയിൽ എവിടെയും അമ്പലമില്ല, ഭൂമിയിൽ എവിടെയും പള്ളിയില്ല, ഭൂമിയിൽ എവിടെയും സിനഗോഗുകളില്ല, ഭൂമിയിൽ എവിടെയും ചർച്ചുകളില്ല. അങ്ങനെ ഒരു വലിയ കാലം ഭൂമുഖത്ത് കഴിഞ്ഞു പോകുന്നുണ്ട്. ഹിന്ദുമതമില്ല, ക്രിസ്തുമതമില്ല, ജൈനമതങ്ങളില്ല, ഒന്നുമില്ലാത്ത കാലം. കാരണം അന്ന് മനുഷ്യനില്ല. മതം എന്ന നിലയിൽ ജന്തുലോകത്ത് ക്രിസ്തുമതമില്ല. ജന്തുലോകത്ത് ബുദ്ധ സന്യാസിമാരുടെ ദർശനങ്ങൾക്ക് സ്വാധീനമുണ്ടായിട്ടില്ല. പക്ഷിമൃഗാദികൾക്കിടയിൽ ഇതില്ല, മൊണാർക്ക് ചിത്രശലഭങ്ങൾക്കിടയിൽ ഇതില്ല, ഹീൽ മത്സ്യങ്ങൾക്കിടയിൽ ഇതില്ല. മരച്ചില്ലകളിൽ കൂടുകൂട്ടുന്ന ഒരു പക്ഷിക്കും മതമില്ല. മതമുള്ളത് മനുഷ്യനാണ്, ദർശനങ്ങളുള്ളത് മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും പച്ചയായി ചിന്തിക്കാവുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്. വേദങ്ങളുണ്ട് ഒരുപാട്. സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിലെ കൊളംബസ് ഓഡിറ്റോറിയത്തിൽ 4000-ന് മീതെ വരുന്ന ലോക മതമഹാസമ്മേളനത്തിന്റെ ശ്രോതാക്കളും നേതാക്കന്മാരും എല്ലാം ഉള്ള സദസ്സിൽ വിവിധ മതങ്ങൾക്ക് അഭയം നൽകിയ സംഗമസ്ഥാനമാണ് ഞാൻ വരുന്ന ഇന്ത്യ. ലോകമതങ്ങൾ, ലോകദർശനങ്ങൾ, വിവിധ വീക്ഷണങ്ങൾ. നമുക്കറിയാവുന്ന പോലെ ഭഗവത്ഗീത ഉണ്ട്, രാമായണവും മഹാഭാരതവും. മഹാഭാരതത്തിലെ 25-ാം അധ്യായം മുതൽ 42 വരെ നീണ്ടുകിടക്കുന്ന 18 അധ്യായമാണ് ഭഗവത്ഗീത. 10 മണ്ഡലങ്ങളുള്ള ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, ചതുർവേദങ്ങൾ, 108 സുപ്രധാനമായ ഉപനിഷത്തുകൾ, അരണ്യകങ്ങൾ, ശ്രുതികൾ, സ്മൃതികൾ, ഇതെല്ലാമുള്ള ഒരു നാടാണിത്. ഓൾഡ് ടെസ്റ്റ്മെന്റും ന്യൂ ടെസ്റ്റ്മെന്റും ബൈബിൾ ഈ നാട്ടിലേക്ക് വന്നു. സൗദി അറേബ്യയെ ബേസ് ചെയ്ത് കച്ചവടക്കാർ ഇവിടെ വന്നു. അവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ആളുകൾ കണ്ടു, അത്ഭുതപ്പെട്ടു, കൗതുകപ്പെട്ടു. കാരണം അതുവരെ ഇങ്ങോട്ട് വന്ന മതങ്ങൾക്കൊക്കെ ബിംബങ്ങളുണ്ട്, ആരാധനാമൂർത്തികളുണ്ട്, അവരുടെ ആചാര്യന്മാരുടെ ഫോട്ടോസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇസ്ലാമിന് അതൊന്നും ഉണ്ടായിരുന്നില്ല. പോയിന്റ് ഒന്നാണ്, വളരെ പ്രധാനമായ ഒരു പോയിന്റ്. ഇന്നും ആകാശത്തിന്റെ ചുവട്ടിൽ ബിംബമില്ലാത്ത, ഫോട്ടോ ഇല്ലാത്ത ഒറ്റ നേതാവേ ഉള്ളൂ, ഒരൊറ്റ മതത്തിനേ അതുള്ളൂ. അത് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. ഫോട്ടോ ഇല്ല, ബിംബമില്ല, ഒന്നുമില്ല. കാരണം അതിലൊക്കെ എതിരായിരുന്നു അദ്ദേഹം. കാരണം അതൊക്കെ മനുഷ്യന്റെ വിശ്വാസങ്ങളിൽ വമ്പിച്ച വ്യതിചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രവാചകന് അറിയാമായി. പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ എവിടെയും ദിവ്യത്വം ചമയുന്നൊരവസ്ഥ. അതായത് പ്രവാചകൻ ഒരു ദൈവമായി, ഒരു മനുഷ്യ ദൈവമായി അവതരിക്കുന്നൊരവസ്ഥ. എല്ലാ പഴുതുകളും അടച്ച നേതാവായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളെ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലും നിരുത്സാഹപ്പെടുത്തിയ നേതാവാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ കൈ പിടിച്ചു മുത്തുക, നബീനെ കണ്ട് കൊണ്ടെടുക്കുക ഒന്നും ഇഷ്ടമില്ല. ഒരാൾ കൈ പിടിക്കുന്ന പോലും ഇഷ്ടമില്ലായിരുന്നു നബിക്ക്.
പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷോൾഡറിൽ നിന്ന് ഒട്ടകപ്പുറത്തിരിക്കവേ ഷോൾഡറിലെ തട്ടം താഴെ വീണു. ശിഷ്യഗണത്തിൽപ്പെട്ട ഇബ്നു അബ്ബാസ് കുനിഞ്ഞു അതെടുക്കാൻ. അവർ റസൂൽ ചോദിച്ചു, അബ്ബാസ്, ആ തട്ടം ആരുടേതാണ്? അങ്ങുന്നിൻ്റെതാണ്. എന്റെ ഷോൾഡറിൽ നിന്ന് വീണ തട്ടം എടുക്കാൻ നിന്റെ കൈകൾ ആവശ്യമില്ല, അതിന് എനിക്ക് പടച്ചോൻ കൈതം. ലോകത്ത്, ഞാൻ പറയുന്നു, ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു നേതാവിനെ ലോകം ഇന്നോളം കണ്ടിട്ടില്ല, നാളെ കാണാനും പോണില്ല, ഒരു സംശയം വേണ്ട. ഇന്നിപ്പോ നമുക്ക് കേരള യാത്രയിലൊക്കെ നമ്മൾ കാണുന്നത് പടച്ചോനെ ഫുള്ളായിട്ട് ആ കൗമ മറന്നു. ആകെ പടച്ചോൻ പോലെ അംഗീകരിക്കണം ആ തെക്ബീർ ചെല്ലുമ്പോൾ മാത്രമാണ്. ബാക്കിയെല്ലാം അവരുടെ മനസ്സിലെ പടച്ചോന്മാരാണായിരിക്കുന്നത്. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, പടച്ചോനേക്കാൾ അവർക്ക് ഇഷ്ടം അവരോടാണ്. പടച്ചോന്റെ 10 പ്രത്യേകത ഒരൊറ്റ ജില്ലയിലും പ്രസംഗിച്ചില്ല. ഞാൻ വെറുതെ പറയുന്നല്ല, നിങ്ങൾ ചിന്തിച്ചോ. കാസർഗോഡ് തുടങ്ങി തന്നെ ഒരു ശിർക്കിന്റെ കൂടാരത്തുന്ന ദർഗേന്ന് ഇസ്ലാം എത്രയോ നിരുത്സാഹപ്പെടുത്തിയ ഒരു സംഗതി ഉള്ളടത്തുന്ന ബർക്കത്തില്ലാത്തടത്തുന്ന തുടങ്ങിയ, ബർക്കത്തില്ലെന്ന് മാത്രമല്ല ശാപമേറ്റ് വാങ്ങുന്നിടത്തുന്ന തുടങ്ങിയ. കാരണം അവിടെ മനുഷ്യനെയാണ് ആരാധിക്കുന്നത്, ദൈവത്തെ അല്ല. ആരാധന എന്താണെന്ന് അറിയണം, പഠിക്കണം. അതുകൊണ്ട് നമുക്ക് ശരിക്കും ചിന്തിക്കാം, എന്താണ് മതം? ഖുർആനിന്റെ സന്ദേശത്തിലെ കാതലായ സന്ദേശങ്ങൾ എന്താണ്? ഖുർആൻ ഒരിക്കൽ പോലും ഒരു പ്രദേശത്തിന്റെ ദൈവത്തെ പരിചയപ്പെടുത്തിയില്ല. ഞാൻ പറയുന്ന ഓരോ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു പ്രദേശത്തിന്റെയോ ഒരു വിഭാഗത്തിന്റെയോ ദൈവത്തെ പരിചയപ്പെടുത്താതെ ദൈവത്തെ കൃത്യമായി അവതരിപ്പിച്ച ഒരു ഗ്രന്ഥം, അത് ഖുർആനിനോളം ലോകത്ത് ഇത്ര പ്രൗഢമായി അവതരിപ്പിച്ച പൂർവ്വ ഗ്രന്ഥങ്ങളൊന്നുമില്ല. ഉണ്ടായിരുന്നു, പിന്നീട് മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് അത് വിധേയമായി. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം സുമ്മ യഖൂലുന ഹാദാ മിൻ ഇൻദില്ലാഹ് ലിയസ്തറൂ ബിഹി സമനൻ ഖലീലാ ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. സൂറത്ത് ബഖറ 2-ാം അധ്യായം 79. മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വേദങ്ങൾ വിധേയമായി. അങ്ങനെ വിധേയമായപ്പോ മനുഷ്യന്റെ വചനവും ഉണ്ടായി, ദൈവത്തിന്റെ വചനവും ഉണ്ടായി. രണ്ടും മനസ്സിലാകാത്ത അവസ്ഥ മാനവകുലത്തിന് വന്നപ്പോ നിങ്ങൾ നോക്കൂ, തൗറാത്തിനെ പറ്റി ഖുർആൻ പറയുന്നത് എന്താണ്? ശരിക്കും നമുക്ക് ഒരുപാട് സന്തോഷത്തിന് വക നൽകുന്ന പരാമർശങ്ങളാണ് ഖുർആനിലുള്ളത്. തൗറാത്ത്, ഒരു ക്രിസ്ത്യാനിയോട് ചോദിക്കുക ഖുർആൻ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ അവൻ പറയും വേണ്ട. ഒരു മുസ്ലിമിനോട് ചോദിക്കുക തൗറാത്ത് അംഗീകരിക്കണോ? തൗറാത്തിൽ അംഗീകരിച്ചിട്ടില്ലെങ്കിലോ മുസ്ലിം ആകൂല. ഒരു ജൂതന്റെ അടുത്ത് എന്നിട്ട് നിന്റെ തൗറാത്ത് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയാനാണ് ഇസ്ലാം ആവശ്യപ്പെട്ടത്. അതോടുകൂടി തന്നെ അകലല്ലാതെ നിന്റെ ഗ്രന്ഥം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് തട്ടിയാലോ ഉലമിൽ അകന്നു. എടാ, നിന്റെ ഗ്രന്ഥത്തിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിലും വിശ്വസിച്ചിരിക്കുന്നു. എടാ, നമ്മൾ ഒന്നാണെടാ എന്ന് പറയാനാണ് ഇസ്ലാം പറഞ്ഞത്. ഉൻസില ഇലൈനാ വ ഉൻസില ഇലൈക്കും വ ഇലാഹുനാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതും ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതും ഞങ്ങൾ വിശ്വസിച്ചു. ഈ ഒരു പ്രഖ്യാപനം ലോകത്ത് ഇസ്ലാമിനല്ലാതെ വേറെ എവിടെയുള്ളത്? തൗറാത്തിൽ വിശ്വസിച്ചു, ഇഞ്ചീലിൽ വിശ്വസിച്ചു. കാരണം എന്താണ്? ഇന്നാ അൻസൽന തൗറാത ഫീഹാ ഹുദം വനൂർ. വിശുദ്ധ ഖുർആൻ പറയാണ്, തീർച്ചയായും തൗറാത്തിനെ ഇറക്കിയത് പടച്ച തമ്പുരാനാണ്. ഫീഹാ, ആ തൗറാത്തിലുണ്ട്, ഹുദൻ, മാർഗദർശനം, നൂർ, പ്രകാശം. കേട്ടോ, തൗറാത്ത്, ജൂതന്മാരുടെ കയ്യിലെ തൗറാത്ത്, അതിലെന്തുണ്ട്? ദിവ്യ വെളിപാടുണ്ട്, മാർഗദർശനമുണ്ട്. പിന്നെ എന്ത് സംഭവിച്ചു? അതും ഖുർആൻ പറയുന്നു. 5-ാം അധ്യായം 44-46 വരെയുള്ള വചനം. ഇഞ്ചീലിറക്കി, ഇഞ്ചീൽ, സുവിശേഷം, ഇതൊക്കെ അവതരിപ്പിച്ചതാരാണ്? തൗറാത്ത് ഇറക്കി, ഇഞ്ചീൽ ഇറക്കി, സബൂർ ഇറക്കി, സുഹഫി ഇബ്രാഹിം മൂസ, മൂസാക്കും ഇബ്രാഹിമിനും ഗ്രന്ഥങ്ങൾ നൽകി. ഇത് അപാരമാണ്, ഇത് നിസ്സാരമല്ല. ഒരു പള്ളിയിൽ അച്ഛൻ വന്നിട്ട് പറയാണ് മുസ്ലിങ്ങളോട്, നിങ്ങളെ ഖുർആനിൽ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയാൻ കഴിയില്ല അവർക്ക്. നേരെ മറിച്ച് പള്ളിയിൽ അച്ഛനോട് പറയാം, നിങ്ങൾക്ക് ഇറക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിച്ചു. പിന്നെ എന്താ പ്രശ്നം? നിങ്ങൾക്ക് ഇറക്കപ്പെട്ടതിന് ശേഷം നിങ്ങളെ ആയിരുന്നു ചുമതല ഏൽപ്പിച്ച്. ഖുർആൻ പറയാൻ അവരുടെ പണ്ഡിതന്മാരെ അതിന്റെ ചുമതല ഏൽപ്പിച്ചു.
പക്ഷെ അവർ അതിൽ കൃത്രിമത്വം കാണിച്ചു. ഖുർആൻ പറയാണ്, എന്നിട്ട് ഇസ്ലാമിക സമൂഹത്തോട് പറഞ്ഞു, ഖുർആന്റെ സംരക്ഷണം നിങ്ങളെ ഏൽപ്പിക്കുന്നില്ല. നോക്കണം, എന്തുകൊണ്ട്? അപാരമായ ഒരു പോയിന്റാണ്. തൗറാത്ത് പണ്ഡിതന്മാരെ ഏൽപ്പിച്ചു, ഇഞ്ചീൽ പണ്ഡിതന്മാരെ ഏൽപ്പിച്ചു. അപ്പൊ അവരെ ഇഷ്ടത്തിനൊത്ത് ചിലത് ഒഴിവാക്കി, ചിലത് കൂട്ടിച്ചേർത്ത്. ഇന്നത്തെ മുസ്ലിം സമുദായത്തിലെ പൗരോഹിത്യത്തെ പോലെ, കേരള യാത്ര നടത്തിയ മുന്തിയ നേതാവിനെ പോലെ ഒരുപാട് ഖുർആനിൽ കൈകടത്തിയ ഒരു മനുഷ്യനാണ് അയാൾ. കൃത്രിമത്വം കാണിച്ച ഒരാളാണ്. ഖുർആൻ അയാൾ ദുർവ്യാഖ്യാനിച്ച പോലെ യുക്തിവാദിയും നിരീശ്വരവാദി പോലും ദുർവ്യാഖ്യാനിച്ചിട്ടില്ല. ഞാൻ വെറുതെ പറയണല്ല, നിങ്ങൾ തെളിവ് കേൾക്കാൻ തയ്യാറാണെങ്കിൽ പറയാൻ എനിക്ക് കഴിയുമെന്ന വിശ്വാസം. അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിദൂൻ. തീർച്ചയായും ഈ വേദഗ്രന്ഥത്തെ 15-ാം അധ്യായം 9-ാമത്തെ വചനമാണ്. ഈ വേദഗ്രന്ഥത്തെ അവതരിപ്പിച്ചത് നാമാണ്. നാം അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും, ലോകം അവസാനിക്കുന്നവരെ ഉള്ളവർക്കുള്ള മാർഗദർശനമായിട്ട്. വിശുദ്ധ ഖുർആൻ 15-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ പറയുന്നത് എന്താണ്? ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. ഏറ്റവും ചൊവ്വായതിലേക്ക്. ഇപ്പൊ ദൈവവിശ്വാസം എടുക്കുക. ലോകത്തെ വേദങ്ങൾ പരിചയപ്പെടുത്തുന്ന ദൈവം, ഇവിടെ മനുഷ്യർ മനസ്സിലാക്കിയ ദൈവവിശ്വാസം, ഖുർആൻ അവതരിപ്പിക്കുന്ന ദൈവവിശ്വാസം നിങ്ങൾ പരിശോധിച്ചോ. നിങ്ങൾക്ക് തുറന്ന് ഞങ്ങൾ ഖുർആൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ പരിശോധിക്കും. ആരും, ഏത് മതവിഭാഗവും, ഏത് യുക്തിവാദിയും ഖുർആനിൽ ദൈവത്തെ പറ്റി പറയുന്നത് എന്താ? അതൊരു അപാര ചിന്ത തന്നെയാണ്. കാരണം ഖുർആൻ യാ അയ്യുഹന്നാസ് എന്താണ് പറഞ്ഞത്? അന്നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ. അതിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി സെപ്പറേറ്റ് ഉണ്ടോ? അന്നാസിലെല്ലാം ലയിച്ചു. കടലിൽ ഉപ്പില്ലാത്തൊരു സ്ഥലവും ഇല്ലല്ലോ. കടൽ വെള്ളത്തിന് എല്ലായിടത്തും. അതുപോലെ അല്ല പറയണം അന്നാസ്, കടൽ എന്ന് പറയുന്നത് പോലെ തന്നെ മനുഷ്യരെ, മാനവകുലമേ, നിങ്ങൾ ആരാധിക്കണം. ആരെ? വിശുദ്ധ ഖുർആൻ പറയാണ്, നിങ്ങൾ ആരാധിക്കണം. ആരെ? നിങ്ങളെ സൃഷ്ടിച്ചവനാരോ അവനെ. വല്ലാത്തൊരു പോയിന്റ് അല്ലേ അത്? വല്ലാത്തൊരു പോയിന്റ് അല്ലേ? ശ്രീരാമൻ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ടോ? പഠിക്കാലോ, ആർക്കും പഠിക്കാലോ. യേശു ക്രിസ്തു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ടോ? പഠിക്കാലോ. കാരണം യേശു ക്രിസ്തുവിന് മുമ്പ് ആരാധനാലയമുണ്ട്, ആരാധനയുണ്ട്. കന്യാമറിയം ഒരു ആരാധനാലയത്തിലായിരുന്നു. കന്യാമറിയമിന്റെ മകനാണ് ഈസ, യേശു. അപ്പൊ കന്യാമറിയം അതിന് മുമ്പുണ്ട്. യേശുവിന് മുമ്പുള്ള ആളാണ് കന്യാമറിയം. അതിന് മുമ്പുള്ള ആളാണ് അവരുടെ നേതാവ് ഹാറൂനിന്റെ സഹോദരി. അപ്പൊ മറിയം ബീവിക്ക് മുമ്പ് മനുഷ്യകുലമുണ്ട്. 2000 വർഷത്തിന്റെ പഴക്ക ക്രിസ്ത്യാനിറ്റിയുടെ ദൈവവിശ്വാസത്തിന് ഓർക്കുന്നവർക്ക്, ചിന്തിക്കുന്നവർക്ക്. 2000 വർഷത്തിന് മുമ്പ് മനുഷ്യരില്ലേ? ഉണ്ട്. ആനയില്ലേ? ഉണ്ട്. സിംഹല്ലേ? ഉണ്ട്. സൂര്യനില്ലേ? ഉണ്ട്. ചന്ദ്രനില്ലേ? ഉണ്ട്. രാവും പകലും ഇല്ലേ? ഉണ്ട്. ആരാണ് രാവിലെയും പകലിനെയും നിയന്ത്രിച്ച്? അന്ന് യേശു ഇല്ല, ട്രിനിറ്റി ഇല്ല, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന വിശ്വാസമില്ല. പക്ഷേ മനുഷ്യനുണ്ട്. ശരി, ആ മനുഷ്യരാരെ? അതൊരു പ്രധാനമായ ചിന്ത ആവണ്ടേ? നമ്മൾ തമ്മിൽ അകലം കുറയാനുള്ള പരിപാടി കുറിച്ചാണ് ഞാൻ പറയുന്നത്. അകലം കൂട്ടാൻ കഴിയും. എന്റെ ദൈവം, നിന്റെ ദൈവം, എന്റെ ദൈവമാണ് മേലെ, നിന്റെ ദൈവം താഴെ എന്നൊക്കെ പറഞ്ഞാൽ മതി. അകലം കൂടിക്കോളും. പക്ഷെ എടാ ബാല, എടാ നീയും ഞാനും ഒന്നാടാ, ഒരച്ഛന്റെ അമ്മയുടെയും മകനാടാ. എടാ നമ്മുടെ ദൈവം ഒന്നാടാ. ഏതൊരു സൂര്യൻ നമുക്ക് ദൈവം സൃഷ്ടിച്ചേടാ, എനിക്കും നിനക്കും വേണ്ടിയാണ്. ഖുർആന്റെ 2-ാം അധ്യായം 29-ാമത്തെ വചന എന്താ പറയുന്നത്? ഈ ഭൂമിയിൽ എല്ലാം സൃഷ്ടിച്ച നിങ്ങൾക്ക് വേണ്ടിയാണ്. ആരാ ഈ നിങ്ങൾ? അന്നാസ്. നിങ്ങൾ നോക്കൂ, ഖുർആനിലെ 2-ാം അധ്യായം 21. അന്നാസ് എന്ന് പറയുന്നത് നിങ്ങൾ ആരാധിക്കണം, നിങ്ങളെ സൃഷ്ടിച്ച. ഒന്നുകൂടി പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പ് മനുഷ്യരുണ്ടല്ലോ, അവരെയും സൃഷ്ടിച്ച. ഇനി ഈ വാചകം യേശു പാരായണം ചെയ്യണം എങ്ങനെ ഉണ്ടാവുക? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഈ വചനം യേശു പാരായണം ചെയ്യണം എങ്ങനെയാണ്? യേശുവിനെയും യേശുവിന് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചു. ഇത് കന്യാമറിയം വായിച്ച എങ്ങനെ കിട്ടുക? കന്യാമറിയമേ, നിന്നെ ആരാണോ സൃഷ്ടിച്ചത്, നിന്റെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചത്, അതാ നിന്റെ ദൈവം. ഇനി ആദ്യത്തെ പിതാവ് ആദാം, ഈ ഖുർആൻ വചനം വായിച്ച എങ്ങനെ? നിന്നെയും നിന്റെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച. അതാരാണ്? ജിന്നു വർഗമാണ്, മലക്കുകളാണ്. അവരെയൊക്കെ സൃഷ്ടിച്ച ദൈവം. ഇനി ഞാൻ ചോദിക്കുന്നത്, ഈ ദൈവവിശ്വാസത്തിൽ എന്ത് വർഗീയതയാണുള്ളത്?
ഈ ദൈവവിശ്വാസത്തിൽ എന്ത് വർഗീയതയാണ്? പള്ളിയുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് മക്ക, മദീന, ബൈത്തുൽ മുഖദ്ദസ് വളരെ പ്രധാനപ്പെട്ട 3 കേന്ദ്രങ്ങളാണ്. പുണ്യം തേടി പോകേണ്ട 3 കേന്ദ്രങ്ങൾ. വേറൊന്നുമില്ല. വേറെ എല്ലാ പള്ളികളും കണക്കാണ്. ഈ കഅബാലയത്തെ കുറിച്ച് പോലും ഖുർആൻ എന്താ പറഞ്ഞു? ഇന്ന അവ്വല ബൈത്തിൻ വുദിയ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറക വഹുദൽ ലിൽ ആലമീൻ. ലോകത്തിന് മാർഗദർശനം നൽകുന്ന ഭവനമായി അല്ലാഹുവിനെ ആദ്യമായി ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ ഭവനം, പ്രപഞ്ചത്തിന്റെ നാഥനെ ആരാധിക്കാൻ ഉണ്ടാക്കിയ ഭവനം. അവിടെ പശു ആരാധിക്കപ്പെടുന്നില്ല, അവിടെ പാമ്പ് ആരാധിക്കപ്പെടുന്നില്ല, അവിടെ മരിച്ചുപോയൊരു മഹാന്റെ മയ്യത്ത് കബറടക്കി ദർഗ കെട്ടി ഉയർത്തി അവിടെ ഒരു പൂജയില്ല, അവിടെ ഒരു പുഷ്പാർച്ചനയില്ല, അവിടെ ഒരു ആരാധനയില്ല. എന്തുകൊണ്ട്? അവിടെ ആരാധിക്കപ്പെടുന്നത് സർവശക്തനായ പടച്ചതമ്പുരാനെയാണ്. ഞാൻ ചോദിക്കുന്നത്, എന്ത് പറ്റി നമ്മുടെ സമുദായത്തിൽ? ആലപ്പുഴയിൽ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു നാടാണിത്. ഞാൻ എത്രയോ തവണ പ്രസംഗിച്ച ഒരു സ്ഥലമാണിത്. വൈറ്റിലയിലെ 5 വർഷത്തെ എന്റെ പ്രബോധന കാലഘട്ടത്തിൽ ഈ നാടുകളുടെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ എനിക്ക് പ്രസംഗിക്കാൻ അവസരം, അമ്പലങ്ങളിൽ എനിക്ക് പ്രസംഗിക്കാൻ അവസരം. അറവുകാട് ക്ഷേത്രം, ആലപ്പുഴയിലെ പല ക്ഷേത്രങ്ങളിലും, ഓച്ചിറയിലെ ഒക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ധാരാളം അമുസ്ലിങ്ങൾക്കിടയിൽ ഈ ഒരു ആശയം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സന്യാസിയോട് പറഞ്ഞിട്ടുണ്ട്. സന്യാസി അങ്ങയെയും എന്നെയും സൃഷ്ടിച്ച ദൈവം ഒന്നാണ്. സന്യാസിക്ക് പ്രസംഗിക്കാൻ കഴിയോ? അത് സന്യാസിക്ക് പറയാൻ പറ്റുമോ ശ്രീരാമൻ ദൈവമല്ല? ഞങ്ങൾ പറയുന്നു മുഹമ്മദ് നബി മനുഷ്യനാണ്, അടിമയാണ്, ദൈവത്തിന്റെ അടിമയാണ്. അസാമാന്യമാണ് ഖുർആന്റെ വിവരണം. ദാർശനികമായ ചർച്ചകളിൽ ഏറ്റവും ശക്തമായി സ്വാധീനിക്കേണ്ട ഒരു കാര്യമല്ലേ? നിങ്ങൾ നോക്കൂ, ഞാൻ ഖുർആനിൽ നിന്ന് 3 വചനങ്ങൾ പറയാം. 17 അധ്യായത്തിന്റെ തുടക്കവാചകം, സൂറത്ത് ഇസ്രാ 17 അധ്യായം. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. ഒരു അത്ഭുതത്തെ കുറിച്ച് പറയാണ്. പ്രവാചകന്റെ നാട്ടിൽ നിന്ന് 2 മാസ വഴി ദൂരമുള്ള, അപ്പ് ആൻഡ് ഡൗൺ, 2 മാസ വഴി ദൂരമുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക്, അവിടെ നിന്ന് 7 ആകാശം താണ്ടി ആ ദൈവത്തിന്റെ സന്നിധിയിൽ കാബ ഖൗസൈൻ, ഒരു അമ്പും ഉണ്ടല്ലോ, അമ്പും ബില്ലും, ആ ബില്ലിങ്ങനെ വളച്ചു പിടിക്കുന്ന അത്രയും അടുത്ത് പ്രവാചകനും ദൈവവും കണ്ടുമുട്ടുന്ന മെഹ്റാജിന്റെ രാത്രി. ശരിക്കും നിങ്ങൾ ആ ഖുർആന്റെ വചനം, ഞാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളോട് പ്രത്യേകം പറയും, സുബ്ഹാന അല്ലാഹ് എത്ര പരിശുദ്ധൻ, മുഹമ്മദ് നബി എത്ര വലിയ ആള് എന്നല്ല. അതെന്തിനറിയോ? ലോകത്ത് ഒരു മനുഷ്യനും സാധ്യമാകാത്ത ഒരു സംഗതിക്കാണ് മുഹമ്മദ് നബിയെ ദൈവം വിധേയമാക്കുന്നത്. സ്വാഭാവികമായും അത്ഭുതം കൂറിയിട്ട് ദൈവാക്കാനുള്ള ഒരു പ്രവണത ഈ യാത്ര കൊണ്ട് മാത്രം ആ പ്രവാചകനിൽ ചാർത്തപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ ഖുർആൻ ഉപയോഗിച്ച പദം എന്താ? അല്ലാഹ്യാണോ പരിശുദ്ധൻ, മുഹമ്മദ് നബി അടിമയാട്ടോ, ഞാനാണ് യജമാനൻ. ആ പോയാളുണ്ടല്ലോ, ആകാശത്തേക്ക് പോയാള് എന്റെ അടിമയാണ്, ഞാനാ കൊണ്ടുപോയത്. ഇത് ഞാൻ പറയുന്നു, കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനയും ഗൗരവമായി ഓർക്കാത്തൊരു മേഖലയാണ്. സംശയമൊന്നും വേണ്ട നിങ്ങൾക്ക്. കാരണം മനുഷ്യർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. മനുഷ്യൻ എപ്പോഴും ഒരു പ്രത്യേക അവന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ, കൽബ് എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്ന, തോന്നുന്നതിനൊക്കെ ദൈവാക്കാൻ തോന്നുന്നവന്. എന്തെങ്കിലും ഒരു അത്ഭുതം ഉണ്ടായാൽ മതി ദൈവാകാൻ. എനിക്ക് ഗോപിനാഥ് മുതുകാടൊക്കെ കാണിക്കുന്ന അത്ഭുതം കണ്ട അയാളെക്കാൾ വലിയ ദൈവം ഉണ്ടോ കേരളത്തില്? അത്ഭുതത്തിന്റെ പേരാണ് ദൈവാകാനുള്ള സംഗതി. സുബ്ഹാനല്ലദീ, അല്ലാഹ് എത്ര പരിശുദ്ധനാണ്. അസ്റാ ബി അബ്ദിഹി, അബ്ദ് അടിമ, മുഹമ്മദ് നബി ഈ വാചകൻ ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുത്തില്ലേ? ഈ യാത്ര കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും വിചാരിക്കും നിസ്സാര കാര്യമാണ്. നാം മുഹമ്മദ് നബിക്ക് തോന്നിയോ, ഓ വലിയൊരു യാത്ര നടത്തിയിട്ട് ഇന്ന അടിമ എന്നാ വിളിച്ചേ, എന്തെങ്കിലുമൊക്കെ പൊക്കി അടിക്കണ്ടേ? കാന്തപുരത്തിനൊപ്പം ടീം ഇന്നലെ വരെ പൊക്കി അടിച്ച പോലെ. ആകാശനോട്ടിൽ ഒരു നബിയും കാന്തപുരത്തിന്റെ അടുത്ത് എത്തൂല എന്നാണ് പച്ചക്ക് പ്രസംഗിച്ചാണ്. ഞാൻ വെറുതെ പറയുന്നല്ല. ലോകത്ത് മുഹമ്മദ് നബിക്ക് പകരം വെക്കാനുള്ള ഒരാളുണ്ടെങ്കിൽ അത് മൊയ്തീൻ ഷേഖാണെന്ന് പ്രസംഗിച്ച കൗമ. ഇപ്പൊ പറയുന്ന ആകാശഭൂമികളുടെ മാലിക്കുൽ മുലൂക്കാര CM അടവൂരാണ്. CM അടവൂർ ഞങ്ങളുടെ നാട്ടിനടുത്തെ 35 കൊല്ലം മുമ്പ് മരിച്ച് മണ്ണോട് മണ്ണ് ചേർന്ന, അല്ലെ മണ്ണിൽ ലയിച്ചു പോയ ഒരു മനുഷ്യനെ കുറിച്ച് ഈ പറയും.
ആകാശഭൂമികളുടെ നിയന്താവാണ്, മാലിക്കുൽ മുലൂക്കാണ്. നമ്മൾ അള്ളാഹിനെ പറ്റിയേ പറയല്. അതുവരെ കഴിഞ്ഞൊരു മാസം മുമ്പ് ഈ കൗമ് ഒരു മനുഷ്യനെ, മരിച്ചുപോയൊരു മനുഷ്യനെ കുറിച്ച് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് ഉണ്ടോ? ഒരു ദൈവീക ഗ്രന്ഥം, നിരക്ഷരനായ ഒരു പ്രവാചകനെ നാം അവതരിപ്പിച്ചു. ഖുർആനിന്റെ കണ്ടന്റിൽ നിങ്ങൾ അത്ഭുതപ്പെടുമ്പോൾ ആ അത്ഭുതത്തിന്റെ ലമീർ മടക്കേണ്ടത് അടിമയായ മുഹമ്മദിലേക്കല്ല, ഉടമയായ അള്ളാഹുവിലേക്കാണ്. മനസ്സിലാവുണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. ഉയർന്ന ഒരു ചിന്തയാണ് ഈ പറഞ്ഞത്. വിശുദ്ധ ഖുർആനിന്റെ കണ്ടന്റിന്റെ അത്ഭുതം കണ്ടിട്ട് ഇത് മുഹമ്മദിന്റെ രചനയാണ് എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. മുഹമ്മദിന്റെ അടിമയാണ്. ആ അടിമയുടെ മേൽ ഞാൻ ഇറക്കിയ ഗ്രന്ഥത്തിന്റെ പേരാണ് ഖുർആൻ. അവിടെയും അടിമ എന്ന് പറയുന്നു. എന്തിനായിരിക്കും ഇതിങ്ങനെ പറയുന്നത്? ഒരിക്കൽ പോലും ഉടമയായി പ്രവാചകനെ നിങ്ങളുടെ ഹൃദയത്തിൽ ഉയരാൻ പാടില്ല. അടിമ എന്ന നിലയിൽ തന്നെ വേണം. അടുത്ത വാചകമോ, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ. ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ, എന്റെ അടിമക്ക് ഞാൻ ഇറക്കിയ ഖുർആനിൽ നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ, സൂറത്ത് ബഖറ 23-ാമത്തെ വചനം. അടിമ കാലിൽ നീര് കെട്ടുമാറ് അദ്ദേഹം രാത്രി നമസ്കരിച്ചു. പ്രിയഭക്തി ചോദിച്ചു, വരാനിരിക്കുന്നതും കഴിഞ്ഞുപോയതുമായ പാപങ്ങൾ പൊറുക്കപ്പെട്ട അങ്ങുന്ന് എന്തിനാണ് ഇങ്ങനെ കാലിൽ നീര് കെട്ടുമാറ് നമസ്കരിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഉത്തരം, നന്ദിയുള്ള അടിമയായി കാണാൻ. അടിമ ഖുലൂ അബ്ദുല്ലാഹ് വറസൂലുഹു. ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. അടിമയാണ് എന്നതാണ് മുൻഗണന. ഈ ബോധമാണ് ഇസ്ലാമിക സമൂഹത്തിന് ഉണ്ടാകേണ്ടത്. നിങ്ങൾ നോക്കൂ, ഞാൻ വെറുതെ പറയാണോ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് അവസാനിച്ച ആ യാത്രയെ കുറിച്ച് ആലോചിച്ചേ. ഒരു വ്യക്തിയെ ഇരുത്തി അയാളെ പുകഴ്ത്താനല്ലേ അവിടെ ഏറ്റവും കൂടുതൽ സമയം എടുത്ത്? അല്ലേ ആലോചിക്കുക. ഏതെങ്കിലും ഒരു സദസ്സിൽ ഒരു 5 മിനിറ്റ് പ്രപഞ്ചനാഥനെ പരിചയപ്പെടുത്തിയ ഒരു പ്രസംഗം ഉണ്ടായോ അവിടെ? നാനാജാതി മതസമൂഹങ്ങൾ കേട്ട് കണ്ട സോഷ്യൽ മീഡിയയിൽ വൈറലായ ഈ പ്രോഗ്രാമിൽ മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് മനുഷ്യരോട് പറയേണ്ട കാതലായ എന്തെങ്കിലും ഒരു പോയിന്റ് പറഞ്ഞു ഇല്ലെന്നതാണ് സത്യം.